ആലപ്പുഴയിൽ കെ.എസ്.ആർ.ടി.സി ബസും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾ മരിച്ചു. 2 പേർക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ട കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടത്. വിവരങ്ങൾ ഷാജഹാൻ നൽകും. ഷാജഹാൻ, വളരെ ദാരുണമായൊരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആലപ്പുഴയിൽ കെ.എസ്.ആർ.ടി.സി ബസും കാറും കൂട്ടിയിടിച്ച് 5 വിദ്യാർത്ഥികൾ മരിച്ചു. അപകടത്തിൽപ്പെട്ട കാർ വെട്ടിപ്പൊളിച്ചാണ് യുവാക്കളെ ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്നുള്ളത് വിശദാംശങ്ങൾ. തീർച്ചയായിട്ടും ബിനു, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് വളരെ ദാരുണമായ ഈ സംഭവം ഉണ്ടായത്. ആലപ്പുഴയിൽ നിന്നും പുനലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ.എസ്.ആർ.ടി.സി ബസും അതോടൊപ്പം തന്നെ ആലപ്പുഴ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കാറും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. ഈ കാറിൽ 7 പേരുണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ ഒരാൾ മരണപ്പെട്ടിരുന്നു. ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾ അവർ ആലപ്പുഴ ടൗണിലേക്ക് പോവുകയായിരുന്നു. കാറ് ബസ്സിലെ നേരെ ചെന്ന് ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. എന്തായാലും ഇവരെ അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ 7 പേരെയും ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അതിൽ 5 പേര് മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളായിരുന്നു ഈ അപകടത്തിൽ. അവർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് എന്നാണ് നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമായി വരുന്നേ ഉള്ളൂ. ഇവരുടെയൊക്കെ തന്നെ പേര് വിവരങ്ങളും അല്ലെങ്കിൽ ആരൊക്കെയാണ് മരണപ്പെട്ട ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ വ്യക്തമല്ല. ഈ മരണപ്പെട്ടവരും അതോടൊപ്പം തന്നെ ഗുരുതരമായി പരിക്കേറ്റവരും ഒക്കെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിലാണ്, അത്യാഹിത വിഭാഗത്തിലാണ്. അതിലൊരാൾ ഈ സംഭവ സ്ഥലത്ത് വെച്ച് അപകട സ്ഥലത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു. ബാക്കി 4 പേർ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം മരണപ്പെടുകയായിരുന്നു. ഇതോടൊപ്പം തന്നെ പരിക്കേറ്റ മറ്റ് പലരെയും ബസ്സിലുണ്ടായിരുന്നവരെയൊക്കെ തന്നെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. അവരുടെ കാര്യമായ പരിക്കുകളൊന്നുമില്ല. പക്ഷേ ഈ കാറിൽ സഞ്ചരിച്ചിരുന്നവരുടെ പരിക്ക് അതീവ ഗുരുതരമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 5 മരണം ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ കാറ് പൂർണ്ണമായിട്ടും വെട്ടിപ്പൊളിച്ച് 10-15 മിനിറ്റ് നേരം കൊണ്ട് കാറിനുള്ളിൽ കുടുങ്ങിയവരെ മൊത്തം പുറത്തെടുക്കുകയായിരുന്നു. നാട്ടുകാരും മറ്റും ചേർന്നാണ്, ഫയർഫോഴ്സും ചേർന്നാണ് ഇവരെ പുറത്തെടുത്തത്. ഇപ്പോൾ ഇതിൽ 5 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇത് ആലപ്പുഴ മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലാണ് ഇപ്പോൾ ഈ 7 പേരെയും കൊണ്ടുപോയിരിക്കുന്നത്. ബിനു, ഷാജഹാൻ, ഇതിപ്പോൾ ഈ ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്താണെന്ന് എന്തെങ്കിലും അറിയാൻ കഴിയുന്നുണ്ടോ? ഉറങ്ങിയതാണോ, ഡ്രൈവർ ഉറങ്ങിയതോ, അത്തരത്തിലുള്ള എന്തെങ്കിലും ഇതാണോ? അത് സംബന്ധിച്ച് പോലീസ് പറയുന്നത് എന്താണ്? ബിനു, എന്തായാലും ഉറങ്ങിയതാകാനുള്ള സാഹചര്യമില്ല. കാര്യം ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്നും ആലപ്പുഴ വരെ ഏതാണ്ട് ഒരു 6-7 കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾ ഉറങ്ങാനുള്ളൊരു സാഹചര്യമില്ല. ഇനി മഴയൊക്കെ ഉള്ളത് കൊണ്ട് വാഹനം ബ്രേക്ക് പിടിച്ചിട്ട് കിട്ടാതെ സ്കിഡായിട്ട് വല്ലതും ബസ്സിലിടിച്ചതാണോ, ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ വ്യക്തമല്ല. എന്തായാലും ഈ കാറ് ബസ്സിൽ ഇടിക്കുകയായിരുന്നു എന്നാണ് നമുക്ക് ദൃക്സാക്ഷിയിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുൻപാണ്, ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മുമ്പാണ് നാടിനെ നടുക്കി ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇത് ആരൊക്കെ മരണപ്പെട്ടു എന്നുള്ളത് സംബന്ധിച്ചുള്ള ഔദ്യോഗിക സ്ഥിരീകരണം നമുക്കിനിയും ലഭ്യമല്ല. ഏതാണ്ട് 5 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്കിപ്പോൾ ആലപ്പുഴ മെഡിക്കൽ കോളേജ് കാഷ്വാലിറ്റിയിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്. മറ്റൊന്ന്, ഈ പരിക്കേറ്റവരുടെ നില ഏത് തരത്തിലാണ്? അവർ ഗുരുതര പരുക്കൻ, 2 പേർക്ക് ഗുരുതര പരുക്കെന്നാണ് അറിയാൻ കഴിയുന്നത്. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഈ കാറിൽ ഉണ്ടായിരുന്നവരുടെ ഒക്കെ തന്നെ നില അതീവ ഗുരുതരം എന്നാണ് നമുക്ക് ആദ്യഘട്ടത്തിൽ മനസ്സിലായത്. അതിനുശേഷമാണ് ഒരാൾ സംഭവ സ്ഥലത്ത് വെച്ച് മരണപ്പെട്ടു എന്നും മറ്റ് 4 പേർ മെഡിക്കൽ കോളേജിൽ എത്തിയ ശേഷം മരണപ്പെട്ടു എന്ന് അറിയുന്നത്. മറ്റ് 2 പേരുടെ നിലയും അതീവ ഗുരുതരാവസ്ഥ തന്നെയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ വളരെയധികം തിരക്കാണ് കാഷ്വാലിറ്റിയിൽ. നമുക്കിപ്പോൾ അവിടെ നിന്ന് വിവരങ്ങൾ ലഭ്യമാകുന്നതേ ഉള്ളൂ. പക്ഷെ എന്തായാലും ഈ കാറിൽ യാത്ര ചെയ്തിരുന്ന 7 പേരും അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവിടെ നിന്നും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഈ ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായ പരിക്കുകളേ ഉള്ളൂ. അവരെ ആലപ്പുഴ ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കാറിലുണ്ടായിരുന്ന മെഡിക്കൽ വിദ്യാർത്ഥികൾക്കാണ് ഗുരുതരമായിട്ടുള്ള പരിക്കേൽക്കുകയും അവരെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയും അതിൽ ഇപ്പോൾ 5 പേർ മരണപ്പെട്ടു എന്നുള്ള വിവരമാണ് നമുക്ക് കാഷ്വാലിറ്റിയിൽ നിന്നും ലഭ്യമാകുന്നത്.